മധു, നമുക്ക് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. പക്ഷേ ആ ഉത്തരവ് പുറത്തേക്ക് വരിക ഉച്ചയ്ക്ക് ശേഷം 3:30 ഇന്ന് തന്നെ അത് അപ്ലോഡ് ചെയ്യുമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കസ്റ്റഡി ആവശ്യമില്ലാത്തത് കൊണ്ടാണ് പ്രതിക്ക് ജാമ്യം അനുവദിക്കാമെന്നൊരു നിലപാട് കോടതി എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ തന്നെ ഈ വിഷയം സമൂഹത്തിനൊരു സന്ദേശമായി മാറിക്കഴിഞ്ഞു. 6 ദിവസത്തിലേറെയായി ജയിലിലാണ് എന്ന കാര്യവും കോടതി ഓർമ്മപ്പെടുത്തി. അതേസമയം ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ കർശനമായ വ്യവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടൽ പൂർണ്ണമായും തടയാൻ കഴിയില്ലെങ്കിൽ പോലും ഈ പരാതിക്കാരിക്കെതിരായിട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അതിനി അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെ ഹൈക്കോടതിയും എത്തുകയാണ്. ഇതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു നിരീക്ഷണം എന്നത്, എന്തിനു വേണ്ടിയാണ് ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ഹൈക്കോടതി ഇന്ന് ചോദിച്ചു എന്നതാണ്. ദൃശ്യങ്ങളടക്കം കോടതിയുടെ മുന്നിലേക്ക് എത്തി. പ്രോസിക്യൂഷൻ ദൃശ്യങ്ങൾ ഹാജരാക്കിയപ്പോൾ പ്രതിഭാഗവും ഈ ഉദ്ഘാടന ചടങ്ങിന്റെ ദൃശ്യങ്ങൾ കോടതി മുമ്പാകെ എത്തിച്ചു. അതായത് ബോബി ചെമ്മണ്ണൂരും ഹണി റോസും തമ്മിലുള്ള ദൃശ്യങ്ങൾ, അതായത് ഉദ്ഘാടന ചടങ്ങിൽ ഇരുവരും സൗഹൃദത്തോടെ പെരുമാറുന്ന ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ ബി രാമൻപിള്ള ഇവർ തമ്മിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് എന്ന് വാദിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ കോടതി പറഞ്ഞത്, ഹണി റോസിന്റെ മാന്യത കൊണ്ടാണ് അവർ ഇപ്പോൾ ആ രീതിയിൽ പെരുമാറുന്നത്. ഒരു ചടങ്ങിൽ വെച്ച് അപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നം, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അപ്പോൾ തന്നെ അവർ അവിടെ വെച്ച് പറയാതിരുന്നത് അവരുടെ മാന്യത കൊണ്ട് മാത്രമാണ് എന്ന് കോടതി പറഞ്ഞത്. അത്തരത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ പ്രവൃത്തിയെ കോടതി ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. കർശനമായ നിലപാട് അക്കാര്യത്തിൽ കോടതി സ്വീകരിക്കുകയും ചെയ്യും. പക്ഷേ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കാം, ഇന്ന് തന്നെ ബോബി ചെമ്മണ്ണൂരിന് പുറത്തേക്ക് വരാം എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകാമെന്ന് കോടതി വ്യക്തമാക്കിയാണ്. ഉത്തരവ് 3:30 ഹൈക്കോടതി അപ്ലോഡ് ചെയ്യും. ആ ഉത്തരവ് ഹ്രസ്വമായ വാദം മാത്രമാണ് നടന്നത്. സമൂഹത്തിന് ഇതിനോടകം തന്നെ ശക്തമായ സന്ദേശം ലഭിച്ചു കഴിഞ്ഞു എന്ന് കോടതി നിരീക്ഷിക്കുന്നു. ജാമ്യം ലഭിച്ചു എന്നുള്ളത് എല്ലാവരും പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയാണ്. ജാമ്യം ലഭിക്കുമെന്ന് തന്നെ വിചാരിച്ചിരുന്നു. കാരണം കഴിഞ്ഞ 6 ദിവസമായി അദ്ദേഹം ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇത് കസ്റ്റഡിയൽ ഇന്ററഗേഷൻ ആവശ്യമുള്ള ഒരു വിഷയമല്ല. പോലീസ് കസ്റ്റഡി ചോദിച്ചിട്ടില്ല. അപ്പോൾ ഒരാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇത്ര അധികം നാൾ തുടരുക എന്നുള്ളത് സാധാരണ നിലയിൽ ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കോടതി എന്തൊക്കെ നിബന്ധനകൾ വെക്കാനാണ് സാധ്യത? അഭിലാഷ്, സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടൽ അതുപോലെ തന്നെ തടയാൻ കോടതിക്ക് കഴിയില്ല. പക്ഷേ ഈ ഹർജിക്കാരി, അതായത് ഈ ഹണി റോസ്, പരാതിക്കാരിയായ ഹണി റോസിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ അത് കർശനമായി നിയന്ത്രിക്കാൻ കോടതിക്ക് കഴിയും. കാരണം പരാതിക്കാരിക്കെതിരായ പരാമർശങ്ങൾ ഇനി പ്രതിയുടെ ഭാഗത്ത് നിന്നുണ്ടാവരുത് എന്ന കൃത്യമായ നിർദ്ദേശം കോടതിക്ക് നൽകാനുള്ള അവകാശമുണ്ട്. പ്രത്യേകിച്ച് അവരുടെ പരാതിയിലുള്ള കേസായതുകൊണ്ട് തന്നെ അത് കോടതിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സർക്കാർ ഈ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകാൻ പോകുന്നുവെന്ന് മനസ്സിലായപ്പോൾ തന്നെ സർക്കാർ കൃത്യമായ നിലപാടെടുത്തു. കർശനമായ വ്യവസ്ഥകൾ ഇക്കാര്യത്തിൽ വേണം. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ സ്ഥിരമായി നടത്തുന്നയാളാണ്. ഈ പരാതിക്കാരിയെ പിന്തുടർന്ന് അവരെ അപമാനിക്കാൻ ശ്രമിച്ചയാളാണ്. അതുകൊണ്ട് കൃത്യമായ വ്യവസ്ഥകൾ വേണമെന്ന് ഹൈക്കോടതിക്ക് മുന്നിൽ സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് തന്നെ കോടതി ആ ഉത്തരവ് പുറത്തേക്ക് വരും. സ്വാഭാവികമായും അതനുസരിച്ചിട്ടുള്ള നടപടികൾ കോടതിയിൽ നിന്നുണ്ടാകുകയും ചെയ്യും. കൃത്യമായ വ്യവസ്ഥകൾ കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ കസ്റ്റഡി ആവശ്യമില്ല. അതോടൊപ്പം തന്നെ ഇതും പരമാവധി 3 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ മാത്രമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഉള്ളത്. ഇക്കാര്യങ്ങളെല്ലാം കോടതി പരിഗണിച്ചു. അതോടൊപ്പം തന്നെ ഇതൊരു സമൂഹത്തിന് സന്ദേശമാകണം എന്നത് സർക്കാർ ആവർത്തിച്ച് കോടതി മുമ്പാകെ പറഞ്ഞു. അപ്പോഴൊക്കെ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ എടുത്ത നിലപാട്, ഇത് നിലവിൽ തന്നെ സമൂഹത്തിന് ഒരു സന്ദേശമായി കഴിഞ്ഞു. 6 ദിവസമായി ബോബി ചെമ്മണ്ണൂർ ജയിലിലാണ് എന്ന കാര്യം കോടതി ഓർമ്മപ്പെടുത്തി. ഇത് കൃത്യമായൊരു സന്ദേശം സമൂഹത്തിന് നൽകി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ ആ പ്രവൃത്തിയെ രൂക്ഷമായി തന്നെയാണ് കോടതി വിമർശിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നത് കോടതി ആ ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ശേഷം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരിയായ ഹണി റോസിനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് ഈ പരാതിക്കാരന്റെ അതായത് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകനടക്കം പോയിരുന്നു. കാരണം ആ ദൃശ്യങ്ങളടക്കം ഹാജരാക്കി, ഈ ജ്വല്ലറിയുടെ ഉദ്ഘാടന ദൃശ്യങ്ങളടക്കം ഹാജരാക്കിയ ശേഷം ഇരുവരും തമ്മിൽ നല്ല സൗഹൃദത്തിലുള്ളതാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അതിനെ കോടതി അപ്പോൾ തന്നെ അതിന് തിരിച്ചു മറുപടിയും കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നു. അതായത് ഹണി റോസിന്റെ മാന്യത കൊണ്ടാണ് അവർ ആ പൊതുചടങ്ങിൽ വെച്ച് ഇതിനെയൊന്നും എതിർക്കാതിരുന്നത്. അതിനെ അവരുടെ മാന്യതയായി തന്നെ കാണണം, അല്ലാതെ അവർ തമ്മിലുള്ള സൗഹൃദമോ അവരുടെ താല്പര്യം ത്തോടുകൂടി അവരുടെ ശരീരത്തിൽ സ്പർശിച്ചതോ ആയി കാണാൻ കഴിയില്ല
എന്ന നിലപാട് തന്നെ കോടതി എടുത്തു. അത്തരത്തിൽ ശക്തമായ നിലപാട് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹൈക്കോടതി എടുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ പ്രതിയുടെ കസ്റ്റഡി അടക്കം അനിവാര്യമല്ലാത്തൊരു സാഹചര്യത്തിലാണ് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കാമെന്ന നിലപാടിലേക്ക് ഹൈക്കോടതി എത്തിയിരിക്കുന്നത്. ബിനിലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കോടതി കൃത്യമായി, അതായത് പരാതിക്കാരിക്ക് എതിരെ നടത്തുന്ന പരാമർശങ്ങളെ കൃത്യമായി കോടതി ഖണ്ഡിക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമാണ്, അവരുടെ മാന്യത കൊണ്ടാണ് പൊതുചടങ്ങിൽ വെച്ച് അവരതിനെ എതിർക്കാതിരുന്നത് എന്നുള്ള. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പറയുന്ന വീഡിയോ വലിയ തോതിൽ പ്രചാരം നേടുന്നുണ്ടായിരുന്നു. ഈ ഫാൻ ഗ്രൂപ്പുകളിലൊക്കെ ഇതാ കണ്ടില്ലേ ചിരിച്ചുകൊണ്ടല്ലേ നിൽക്കുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങളുടെയൊക്കെ അകമ്പടിയോടുകൂടി ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഗ്രൂപ്പുകളൊക്കെ പൊടിക്കുന്ന അടങ്ങിയിട്ടുണ്ട്. നിയമത്തെ എല്ലാവരും പേടിക്കുന്നു എന്നുള്ളത് ഇപ്പൊ കോടതി തന്നെ പറഞ്ഞതുപോലെ അതൊരു മുന്നറിയിപ്പായി മാറിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തവുമാണ്.